അപ്പോഴേ സ്വപ്നകുമാരൻ പറയണത്, ഞാൻ ഇനി 5 രോഗികളെ കൂടി ശുശ്രൂഷിക്കുമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയും പരസ്നേഹവും വർദ്ധിച്ചു. അപ്പോൾ എൻ്റെ അർത്ഥം ദൈവ പൈതലായി. ശുശ്രൂഷയും പരസ്നേഹവും ഒരു വ്യക്തിയെ വർദ്ധിച്ചാൽ ദൈവത്തിൻ്റെ വചനങ്ങൾ ആ വ്യക്തി സ്വാംശീകരിച്ചെന്നല്ല എൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ വചനങ്ങൾ ഒരു വ്യക്തി സ്വാംശീകരിച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി ദൈവ പൈതലായി മാറി. ദൈവ പൈതലായി. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ദൈവത്തിന്റെ വചനം ചെയ്യാൻ റിസ്ക് ആണെങ്കിലും ദൈവസ്നേഹത്തോടെ ഏറ്റെടുത്ത് നിവൃത്തിയാക്കി ദൈവ പൈതലായി ഉടമ്പടിയിലൂടെ എന്നെ ഉയർത്തുന്നതിന് ഞാൻ എനിക്ക് നന്ദി പറയുന്നു. എന്നെ കൃപയിൽ നിലനിർത്തണമേ, എന്നെ കൃപയിൽ നിലനിർത്തണമേ. ശ്രദ്ധിക്കട്ടെ. അതെ, 40 വർഷത്തെ വളർച്ചയാണ് 4 ദിവസം കൊണ്ടുണ്ടാകുന്നത്. അതാണ് മറ്റ് പ്രാർത്ഥനകളിൽ നിന്ന് ഉടമ്പടി വ്യത്യസ്തമായിരിക്കുന്നത്. ആർക്കതിൻ്റെ അകത്ത് ഞാൻ നിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഉടമ്പടി ദൈവം അംഗീകരിക്കണം. അതേ ഉള്ള റിസ്ക്. ഉടമ്പടി ആകെപ്പാടുള്ള സിമ്പിൾ റിസ്ക്കേ ഉള്ളൂ. നിങ്ങൾ എടുത്തിരിക്കുന്ന ഉടമ്പടി സത്യമാണെന്ന് ദൈവത്തിന് തോന്നണം. അത്രയേ ഉള്ളൂ ഇതിനകത്ത്. ഇവിടുത്തെ അത് ഒരേ സമയം തന്നെ സിമ്പിളാണ്, അതേസമയം തന്നെ കോംപ്ലിക്കേറ്റഡ് ആണ്. കാര്യം എന്താണ്? നമ്മുടെ സത്യസന്ധത ദൈവത്തെ തോന്നിപ്പിക്കാൻ നമ്മൾ ചിലപ്പോൾ ഏറെ ദൂരം സഞ്ചരിക്കേണ്ടി വരും. അതാണ് വിഷയം. നമ്മുടെ സത്യസന്ധത ദൈവത്തിന്. നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു, നീതു ചെന്നിത്തല. ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണത്. എങ്കിലും ഞാനിപ്പോൾ അത് ഓർക്കാൻ കാര്യം ഈ സബ്ജക്റ്റ് വൈസാണ് ഓർക്കുന്നത്. നീതു വർഷങ്ങളായിട്ട് മക്കളില്ലാത്ത ആളാണ്. പക്ഷേ ഈ നീതു എങ്ങനെ കുഞ്ഞുങ്ങളെ കിട്ടിയത്? നീതു ഉടമ്പടി എടുത്തപ്പോൾ തന്നെ പ്രഗ്നൻ്റായി. വർഷങ്ങളായിട്ട് മക്കൾ 3 അബോർഷൻ കഴിഞ്ഞ ആളാണ്. ആ കുഞ്ഞിനെ പ്രസവിച്ചവർക്ക് കിട്ടുകയും ചെയ്ത്. എങ്ങനെയാണ് ഇങ്ങനെ പെട്ടെന്ന് കിട്ടിയത്? നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പലർക്കും അങ്ങനെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വേറൊരു സാക്ഷി ഇവിടെ ഉണ്ട്, ഈ ദിവസങ്ങൾ പറഞ്ഞതാണ്. അതായത് നോബി വിനോദിന് സാക്ഷി. നോബി വിനോദിന് 9 കൊല്ലമായിട്ട് മക്കളില്ല. 9 കൊല്ലമായിട്ട്. ഇപ്പോൾ 9 കൊല്ലമായിട്ട് മക്കളില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആൾ വന്ധ്യയാണെന്ന് എൻ്റെ അർത്ഥം. 9 കൊല്ലമല്ലേ, 1-2 കൊല്ലമല്ലല്ലോ. 9 കൊല്ലം. അപ്പോൾ ഒരു മനുഷ്യൻ മലയാളത്തിലാണെങ്കിൽ ചെയ്യാവുന്ന ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്യും അല്ലേ? 9 കൊല്ലമായിട്ട്. 5 കൊല്ലം കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും സംഗതി അപകട മേഖലയിലാണ് അവരെന്നറിയാൻ പറ്റും. ചിലർക്ക് 3 കൊല്ലം ആകുമ്പോൾ തന്നെ മനസ്സിലാവും മക്കളുണ്ടാകാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് 9 കൊല്ലമായി. 9 കൊല്ലമായിട്ട് ഉടമ്പടി നീതു വിനോദ് ഉടമ്പടി എടുത്തിട്ട് 9ാമത്തെ കൊല്ലം ഉടമ്പടി എടുക്കുകയാണ്. ഉടമ്പടി എടുത്തിട്ട് അച്ഛനെ കാണാൻ വരുമ്പോൾ ഞാൻ ഇവളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവളോട് പറയുന്ന വാക്കുണ്ട്. എന്താ പറയണത്? നീ അടുത്ത 90 ദിവസത്തിനുള്ളിൽ പ്രഗ്നൻ്റ് ആകും, അത് ആൺകുഞ്ഞായിരിക്കും. നമ്മൾ ആ സാക്ഷ്യം നിങ്ങൾ കേട്ടതാ. ഇത് ഈ 9 കൊല്ലമായിട്ട് മക്കളില്ലാതിരുന്ന ഒരാൾ ഉടമ്പടി എടുക്കുമ്പോൾ അവരുടെ ശിരസ് കൈവെക്കുമ്പോൾ കർത്താവ് ഒരു ജ്ഞാനവരം തരും. എന്താണ്? നീ അടുത്ത 90 ദിവസത്തിനുള്ളിൽ പ്രഗ്നൻ്റ് ആകും, പിന്നെ എന്താണ്? കുട്ടി ആൺകുഞ്ഞായിരിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ പറയണത്? അപ്പോൾ നിങ്ങളെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ആൾ ദൈവമാണെന്ന് പറയുകയല്ല. ആ സാക്ഷ്യത്തിൻ്റെ പോക്കെന്ന് പറയണത് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് നടക്കണ കാര്യങ്ങളാണ്. ഇതന്നെയല്ലേ മംഗളവാർത്ത അമ്മയോട് പറഞ്ഞത്? നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ഇവിടെ ഇപ്പം മാലാഖയൊന്നും ഇല്ലെന്നേ ഉള്ളൂ. അതിന് പകരം പരിശുദ്ധാത്മാവാണ് നിൽക്കുന്നത്. മാലാഖയ്ക്ക് പകരം ഈ കാലങ്ങൾ നിൽക്കുന്നത് ആരാണ്? മാതാവാണ്. നമ്മുടെ മരിയൻ സന്ദേശമല്ലേ, മരിയൻ ശുശ്രൂഷയല്ലേ. അപ്പോൾ പണ്ടത്തെ കാലത്ത് മാലാഖയെ വിട്ടതിന് പകരം ഇന്നും എല്ലാ കാലങ്ങളിലും ലൂർദിലായാലും ഫാത്തിമയിലായാലും കൃപാസനത്തിലായാലും വേറെ സ്ഥലത്ത് എവിടെയായാലും അമ്മയാണ് ആ സ്ഥാനം എടുക്കുന്നത്. കാര്യം മനുഷ്യരാശിയുടെ
പ്രതിനിധി എന്ന നിലയിൽ. അപ്പോൾ അമ്മയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് ഒരു മോള് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ മെസ്സേജ് പറയും. അപ്പം തന്നെ 9 വർഷം അപ്പം തന്നെ അവളെ പറഞ്ഞത് എന്താണ്, നീ ഇതെന്താ പറയണത്, 3 മാസമായി എന്ന് പറഞ്ഞു, 90 ദിവസം. അപ്പം ഞാൻ 89ാമത്തെ ദിവസം പോയി ടെസ്റ്റ് ചെയ്ത്, അപ്പം ഞാൻ പ്രഗ്നൻ്റാണ്. പ്രൈസ് ദി ലോർഡ്. 10 മാസം കഴിഞ്ഞ് പ്രസവിച്ചപ്പോൾ അത് ഈ അൾത്താറയിൽ അമ്മ പറഞ്ഞ പോലെ തന്നെ അത് ആൺകുഞ്ഞാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ വല്ലതും സ്കാൻ ചെയ്തിട്ട് പറയണതാണ്? അല്ല, സ്കാൻ ചെയ്തിട്ട് പറയണതല്ല. അതായത് ഇപ്പോൾ ഒരു സ്കാൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? വയറ്റിൽ കുഞ്ഞ് വേണ്ടേ? ഇത് വയറ്റിൽ കുഞ്ഞില്ലല്ലോ. ഇല്ലാതല്ലേ ഒരാളെ കാണുമ്പോൾ തന്നെ പറയണത് എന്താ? അതൊരു ആധ്യാത്മികമായ സ്കാനിങ്. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയണത്. അപ്പോൾ ഇതൊന്നും നമ്മൾ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യൻ്റെ എല്ലാ ജീവിത പ്രശ്നങ്ങളിലും ദൈവം നേരിട്ട് ഇടപെടുകയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ മുമ്പിലുള്ള മറ്റൊരു റിസ്ക് എന്താണ്? ഈ നിങ്ങളീ പൊട്ടക്കണൻ്റെ മാവിട്ട് അറിയണ പോലെ ഒക്കട്ടെ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അംബിഗസ് ആയിട്ട് ഈ ഉടമ്പടിയെ എടുക്കരുത്. ഉടമ്പടിയെ ഷാർപ്പായിട്ട്. എന്തുകൊണ്ടാണ് സ്വപ്നകുമാരൻ ക്യാൻസറായി കിടക്കുമ്പോഴും ആ മനുഷ്യൻ എന്തുകൊണ്ടാണ് സൽപ്രവൃത്തികൾ ചെയ്യണത്? അയാൾക്ക് ബോധ്യമുണ്ട് എന്താണ്, എന്നെ കർത്താവ് സുഖപ്പെടുത്തുമെന്ന്. ആ ബോധ്യമുണ്ട്. അപ്പോൾ ആ ബോധ്യം, ആന്തരിക ബോധ്യം ആര് കൊടുത്തതാണ്? ദൈവം കൊടുക്കണ ബോധ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളിലൊന്നാണ് ബോധ്യം. അറിവിനോട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അറിവ്, അനുഭവം, ബോധ്യം, സാക്ഷ്യം, വേദസാക്ഷ്യം, രക്തസാക്ഷ്യം, അങ്ങനെ പോകണം. എൻ്റെ ജനറേ അതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആത്മാവിൽ പൂരിതമായപ്പോൾ അദ്ദേഹത്തിന് തോന്നി കർത്താവിനെ സുഖപ്പെടുത്തും. കർത്താവിനെ സുഖപ്പെടുത്തുമെന്ന് നമുക്ക് തോന്നണതിന് 2 കാര്യങ്ങൾ മതി. ഒന്ന് സത്യസന്ധത, മറ്റൊന്ന് ദൈവസ്നേഹം. ഈ സത്യസന്ധതയും ദൈവസ്നേഹവും നമുക്കുണ്ടെങ്കിൽ പല ആൾക്കാർക്കും സംഭവിക്കണമെന്നറിയാം, സത്യസന്ധത ഉണ്ടാകത്തില്ല. ഇപ്പം ചില ആൾക്കാർക്ക് കൃപാസനത്തിൻ്റെ പത്രമൊക്കെ നിങ്ങളെല്ലാം പിരിഞ്ഞു പോകുമ്പോൾ ഇവിടെയൊക്കെ ഇരുന്ന് കണക്ക് പത്രം കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്? ആ മനുഷ്യൻ അത് ഇവിടെ വെച്ചിട്ട് പോയെന്നാണ്. ചിലപ്പോൾ അറിഞ്ഞ് വെച്ചിട്ട് പോകാം, ചിലപ്പോൾ അറിയാതെ വെച്ചിട്ട് പോകാം. ദാറ്റ് മീൻസ് അറിയാതെ വെച്ചിട്ട് പോയാലും അറിഞ്ഞ് വെച്ചിട്ട് പോയാലും ദൈവം ആ മനുഷ്യനെ നോട്ട് ചെയ്തിട്ടുണ്ട്. എന്താ കാര്യം? ചെയ്ത ഉടമ്പടിയെക്കുറിച്ച് അയാൾക്ക് ബോധ്യമില്ല. അങ്ങനെ ബോധ്യമില്ലാതെ ഉടമ്പടി എടുക്കുന്ന ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ലാഗ് ചെയ്യും, പത്രം കൊടുക്കാൻ ലാഗ് ചെയ്യും. നിങ്ങൾക്കറിയാമല്ലോ പത്രം എന്ന് പറയുന്നത് എന്താണ്? അതായത് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നതും അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടി നമുക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? പാടാണ്. അപ്പോൾ അതിന് ചാതുര്യമില്ല, ആൾക്കാർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷേ സാക്ഷികൾ നോക്കിയാൽ മനസ്സിലാകത്തില്ലേ? ഒരു ചിന്ത പേപ്പറൊക്കെയാണ് ആൾക്കാർക്ക് കിട്ടണത്, ഒരു കഷ്ണം പേപ്പർ. മിനി രാജൻ്റെ സാക്ഷ്യം കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ട്രാൻസ്പോർട്ട് ബസ്സിൽ ചവിട്ടിക്കൂട്ടിയ ഒരു കഷ്ണമാണ് കിട്ടിയത്. അതിൽ നിന്നാണ് ഞാൻ കൃപാസനത്തെ 3 സാക്ഷ്യം എൻ്റെ തൊണ്ടായിരുന്നു. അത് വായിച്ചപ്പോൾ ദൈവം എന്നെ തൊട്ട്. പിന്നെ മിനിരാജിൻ്റെ ജീവിതം അങ്ങോട്ട് മാറണ മാറ്റം കണ്ടില്ലേ? ഒരു തുണ്ട് കൃപാസനം പത്രം മതി ഒരു മനുഷ്യൻ്റെ ജീവിതം മാറ്റാൻ. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ അനുഭവിച്ച പല വിഷയങ്ങളെ ചെയ്യണത്. പക്ഷേ ഇത് കൊടുക്കുമ്പോൾ ഈ കൃപാസനം ഈ പത്രം കൊടുക്കുന്നതിൽ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ റിസ്ക് ഇരിക്കുന്നത്. കാരണം ചമ്മൽ ആൾക്കാർക്ക് കൊടുക്കും, മറ്റുള്ളവരെന്ത് വിചാരിക്കും, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. ഇത് റിസ്ക് തന്നെയാണ്, എൻ്റെ സംശയമില്ല. ഇനി നിങ്ങൾ ചില ആൾക്കാർ കൊടുക്കണ പോലെ കൊടുത്താൽ അത് വർക്കൗട്ടും ചെയ്യത്തില്ല. നിങ്ങൾക്കുള്ളിൻ്റെ ഉള്ളൊരു ദാഹം ഉണ്ടാകണം. ഇപ്പം ഞങ്ങൾക്ക് കുഞ്ഞുനാൾ മുതലേ എനിക്ക് ദാഹം ഉണ്ടായിരുന്നു. അതായത് ഈശോനെ അറിയാത്തവരെ അറിയിക്കണം. അത് ദൈവസ്നേഹമാണ്, ഒരു ദൈവസ്നേഹ പ്രവൃത്തിയാണ്. ദൈവസ്നേഹത്തോടെയാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നണമെങ്കിൽ നിങ്ങൾ മനസ്സിൽ തിളച്ചോണ്ട്, ദൈവസ്നേഹത്തിൽ തിളച്ചോണ്ട് ആണ് കർത്താവേ നിന്നെ ഈ പത്രം, എൻ്റെ ഒരു പത്രം കൊടുത്ത് ഈ പത്രം 10 പേര് വായിക്കാതെ ഇത് കീറിപ്പോകാൻ ഇടവരുത്തല്ലേ. അങ്ങനെയൊക്കെയാണ് ദൈവസ്നേഹമുള്ളവർ പ്രാർത്ഥിക്കേണ്ടത്. അല്ല ഇത് ആർക്ക് കൊടുക്കാനാണ്? ആൾക്കാർ കാണുമല്ല, ഞാൻ എന്ത് പറയും, അവർക്ക് ചമ്മലാണല്ല, ആൾക്കാർ പോയിട്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. ഇതാണ് വിഷയം. അപ്പം തന്നെ ഓർക്കുക, ഉടമ്പടി അവിടെ വെച്ച് ബ്രേക്കായി. എന്താ കാര്യം? ഉടമ്പടി എടുക്കാനുള്ള ആവതില്ല. ഉടമ്പടിയുടെ ഏറ്റവും വലിയ
എബിലിറ്റി എന്ന കപ്പാസിറ്റി നമ്മുടെ ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം അത് ദൈവസ്നേഹം ഈശോയോടുള്ള ആന്തരികമായ സ്നേഹമാണ്. നിങ്ങൾക്ക് ആന്തരികമായ സ്നേഹം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എൻ്റെ മക്കൾ ഇത് കൊടുക്കുമ്പോൾ കർത്താവേ ഞാനിത് കൊടുക്കുകയും ഇതനുസരിച്ച് എനിക്ക് നിന്നോട് ആന്തരികമായ സ്നേഹം വർദ്ധിപ്പിക്കണം. പ്രാർത്ഥിച്ച് കർത്താവേ ഞാൻ ഉടമ്പടി നിവർത്തിക്കുക വഴി അങ്ങയോടുള്ള സ്നേഹത്താൽ എന്നെ ഉയർത്തണമേ. കാലങ്ങളിലെ ഈ തലമുറയ്ക്ക് അങ്ങേ കൈമാറ്റി കൊടുക്കുവാൻ എന്നെ ഉപകരണമാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ നീ എന്നെ സുവിശേഷത്തിന്റെ ഉപകരണമാക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഉടമ്പടി ഉള്ളവർ എല്ലാവരും ചിന്തിക്കേണ്ടത് ദൈവത്തിൻ്റെ മുന്നറിവിനെക്കുറിച്ച്. ഇതാണ് റിസ്ക് എന്ന് പറയണത്. നമ്മളുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്താണ്? ഉടമ്പടിയുടെ റിസ്ക്. അത് സാഹസികത. ഇതിൻ്റെ പിന്നിലുള്ള നമ്മൾക്ക് വരുന്ന സാഹസികത. അതിനകത്ത് വരുന്നത് എന്താണ്? നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള കറക്റ്റ് റിപ്പോർട്ട് കയ്യിൽ കിട്ടും. നിങ്ങളത് നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ കയ്യിലുള്ള റിപ്പോർട്ട് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ഇപ്പം സങ്കീർത്തനം 139:2 വചനം 2. സങ്കീർത്തനം 139 തിരുവചനം 2. ഇരിക്കുന്നതും പറഞ്ഞേ, ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. ഈ വിചാരമാണ് പ്രോബ്ലം. സങ്കീർത്തനം 139:2 പറഞ്ഞ എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ ഉടമ്പടി ഉപ്പ്, ഉടമ്പടി തൈലം, പത്രം, അതിനോട് ബന്ധപ്പെട്ട പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ഇതേക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു വിചാരം ഉണ്ടാവുമല്ലോ, ഇല്ലേ? നിങ്ങൾക്കൊരു വിചാരം ഉണ്ടാവും. എന്താ വിചാരം? ഇത് കൊടുത്ത് നോക്കാം, വെക്കട്ടെ. ചിലപ്പോൾ അതായിരിക്കും നിങ്ങളുടെ വിചാരം. കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ഒക്കെ. അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ആഴമായ വിശ്വാസമില്ല. ഒരു അഴകുഴമ്പനായിട്ടുള്ള ഒരു അറിവാണ് ഇതിനെക്കുറിച്ച് ഉള്ളത്. ഇതാണ് വിചാരം. ഈ വിചാരം ഉള്ളത് കൊണ്ട്, ഈ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിള് വിശ്വാസത്തിൻ്റെ തന്നെ വേറെ ഒരു ആന്തരിക രൂപമാണ്. വിശ്വാസം സ്പെൽ ഔട്ട് ചെയ്യണതാണ്, പക്ഷെ അത് രൂപപ്പെട്ട് വരുന്നത് വിചാരമായിട്ടാണ്. വിശ്വാസം രൂപപ്പെട്ട് വരണത് ഇപ്പം പുഷ്പം എന്ന് പറയുന്നത് ആദ്യം നമ്മളൊരു മുട്ടായിട്ടല്ലേ വരുന്നത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ വിശ്വാസം ഒരു പൂവാണെങ്കിൽ മുട്ട എന്താണ്? വിചാരമാണ്. അപ്പം മുട്ട എന്താണെന്ന് നോക്കണം ആദ്യം. ഈ വിചാരത്തിൽ ആണ് അവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് വിധിയും വിചാരവുമായിട്ട് വരും. നിങ്ങളുടെ വിചാരം പൊട്ടയാണെങ്കിൽ അപ്പം തന്നെ വിധിയായി, ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങളുടെ വിചാരം കറക്റ്റാണ് എങ്കിൽ നമുക്ക് ഇത് ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തോട് അടുക്കാനും ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവസരമാണിത്. ഇപ്പം ചിലക്ക് വന്ന് സാക്ഷ്യം പറയുന്നത്, ദൈവമേ എന്നെ ആദ്യമായി എന്നെ ഈ പുണ്യഭൂമിയിലേക്ക് വിളിച്ച ദൈവത്തിന് നന്ദി പറയണം എന്നൊക്കെയാണ് ആൾക്കാർ പറയണത്. കേൾക്കട്ടെ, എത്ര പേരാണ് പറയണത്? അപ്പോൾ അവർക്ക് ആ ഒരു വിചാരമുണ്ട്. എന്താണ്? ഒരു പുണ്യഭൂമിയാണ്, ദൈവമാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അതൊരു വിചാരമാണ്. അതുകൊണ്ട് തന്നെയാണ് വിചാരങ്ങൾ ആദ്യം വിശുദ്ധീകരിക്കേണ്ടി വരും. ഉടമ്പടി എടുക്കുന്നവരും ഉടമ്പടി ജീവിക്കുന്നവരും വിചാരം വിശുദ്ധീകരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവേ
കർത്താവേ, എന്റെ ആന്തരിക വിചാരങ്ങളെ വിശുദ്ധ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. പ്രഭാഷണം 17:19. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രഭാഷണം 17:19. അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അവരുടെ മാർഗങ്ങളിൽ അവിടുത്തെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു. അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യും? നമ്മൾ ഉടമ്പടിയിൽ എന്ത് ചെയ്യും? എങ്ങനെ ചെയ്യും? എന്തുകൊണ്ട് ചെയ്യും? ഇതെല്ലാം അവിടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അപ്പം അതുകൊണ്ട് പറ്റിക്കലൊന്നും നടക്കത്തില്ലെന്നർത്ഥം. പറ്റിക്കലൊന്നും നടക്കത്തില്ല. പിന്നെ എങ്ങനെ ഒപ്പിച്ചുണ്ടാക്കാൻ പറ്റത്തില്ല. ആത്മാർത്ഥതയില്ലാതെ ഇതൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. ഉടമ്പടിയുടെ ഈ സ്നേഹവും അതേസമയം തന്നെ അതിനകത്തുള്ളതാണ് ആത്മാർത്ഥത എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി നിബന്ധനകളോട് ആത്മാർത്ഥതയോടെ പെരുമാറാൻ പ്രതികരിക്കാനും എന്നെ അഭിഷേകം ചെയ്യണമേ. പ്രഭാഷകം 39:19. ശ്രുതികട. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 പ്രഭാഷകൻ 39:19. മർത്യന്റെ പ്രവൃത്തികൾ അവിടുന്ന് കാണുന്നു, അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് പറഞ്ഞേ, അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. ഇതൊരു സീരീസ് ഓഫ് വേർഡ് ഓഫ് ഗോഡ് ആണ്. ഏതാണ്ട് ഒരേ സ്വഭാവമുള്ള കുറേ വചനങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്തിനാ ഇപ്പം നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ചിലർക്ക് ഉടമ്പടിക്ക് അനുഭവത്തിന് സ്പീഡില്ല. അതാണ് പറയാൻ കാരണം. ചിലർക്ക് സ്പീഡ് കുറയും. ഇങ്ങനെ ഇത്ര ലാഗ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഉടമ്പടി ഒരു വേഗതയുടെ പ്രാർത്ഥനയാണ്, ആത്മീയ പദ്ധതിയാണ്. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ ദൈവസ്നേഹത്തോടെ ചെയ്താൽ ദൈവസ്നേഹത്തോടെ ചെയ്യണം. പക്ഷേ ദൈവസ്നേഹത്തിന് പകരം എന്താ പറ്റിയിരിക്കണമെന്ന് ചോദിച്ചാൽ വസ്തുസ്നേഹമോ വിഷയസ്നേഹമോ ആണ് വരണത്. അത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണതാണ്. വസ്തുസ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം വസ്തു വിൽക്കണില്ല അല്ലെങ്കിൽ നിങ്ങളുടെ വിഷയം പരീക്ഷ ജയിക്കണമെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ പരീക്ഷ ജയിക്കുന്നതിനാണ് ദൈവസ്നേഹത്തെക്കാൾ വലിയ പ്രാധാന്യം. അതാണ് വിഷയം. പരീക്ഷ ജയിക്കുക, അല്ലെങ്കിൽ സ്ഥലം വിറ്റ് മാറ്റുക, അപ്പോൾ വിഷയമായി. അപ്പം നിങ്ങൾ അല്ലെങ്കിൽ വിസ വരിക, PR വരിക, ഇങ്ങനെ കുറേ ആൾക്കാർ ഇൻഡക്ഷൻ വെക്കത്തില്ലേ? ഇങ്ങനെയുള്ള നിയോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒത്തിരിയേറെ ഉത്കണ്ഠപ്പെടുകയും അത് നിങ്ങൾ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ് ഉടമ്പടി. നിങ്ങളുടെ വിഷയത്തിന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിഷയം എന്താണ്? ദൈവമാണ് വിഷയം. മനസ്സിലായില്ലേ? പക്ഷേ ആൾക്കാർക്ക് എന്താ വിഷയം? ഉടമ്പടി എടുത്തു കഴിഞ്ഞാലും അയ്യോ വിസ വന്നില്ല, പോയി കമ്പ്യൂട്ടർ നോക്കും, PR വന്നില്ലല്ലോ, അങ്ങനെ വിളിച്ചു ചോദിക്കും. അപ്പം നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് വിളിച്ച് നിങ്ങളുടെ ആൾക്കാരൊക്കെ വിളിച്ചു ചോദിക്കണേ, റിസൾട്ട് വന്ന, PR വന്ന, വിസ വന്ന, ഓവർ ലെറ്റർ വന്ന എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ നോട്ട് ലീസ്റ്റ് കൺസേൺ അബൌട്ട് ദ ഉടമ്പടി. ദേ ആർ കമ്മിറ്റഡ്. അവർ ചെയ്തിട്ടുള്ള കമൻറ്റിനെ കുറിച്ച് അവർക്ക് ബോധമില്ല. അപ്പം നിങ്ങൾക്ക് ഈ വസ്തുക്കൾക്കും വിഷയങ്ങൾക്കും കാണിക്കുന്ന വെബ്രാളവും പരവേശവും ദൈവത്തെ സ്നേഹിക്കാൻ കാണിച്ചാൽ പ്രശ്നം തീർന്ന് പിടികിട്ടിയ. നിങ്ങളെ വിഷയം നേടാൻ വ്യക്തികളോട് ഇൻട്രാക്ട് ചെയ്യുന്ന അതേ ഒരു വ്യഗ്രത ദൈവത്തെ സ്നേഹിക്കാൻ തീരുമാനിച്ച വിഷയം ഞാൻ ദൈവത്തിനെ ഏൽപ്പിച്ചു. അത്രയേ ഉള്ളൂ. എൻ്റെ കണ്ണുനീര്, എൻ്റെ ഭാരം, അതെന്ത് തന്നെയായാലും. ഒന്നുമില്ലെങ്കിൽ പൊട്ടന്മാരെ, ഞാനൊരു കാര്യം പറയട്ടെ,
ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ദൈവം ഇടപെട്ടൊരു അൾത്താറാണിത്. അത് എനിക്ക് മനസ്സിലാകാം. എന്നോട് ആദ്യമൊക്കെ എൻ്റെ എൻ്റെ മുതിർന്ന സഭാ ശുശ്രൂഷകർ എന്നോട് പറയും, അച്ഛാ ഇത്രയും സാക്ഷിയൊക്കെ ഒന്ന് ഇരണ്ടാകട്ടോ എന്ന് പറയും. അപ്പോൾ ഇതെന്ത് സാക്ഷ്യത്തിൻ്റെ ധ്യാന കേന്ദ്രമാണെന്ന് പറയും. അപ്പോൾ ഞാൻ അവരോട് എതിർപ്പൊന്നും പറയത്തില്ല, എൻ്റെ ഒരു സ്വഭാവമാണത്. ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ ആ വിഷയത്തിൽ സംസാരിക്കത്തില്ല. കാര്യം അർത്ഥശൂന്യമായ വാഗ്വാദങ്ങളിൽ ഇടപെടരുതെന്ന് കർത്താവിൻ്റെ വചനത്തിലുണ്ട്. അപ്പോൾ സുപ്പീരിയേഴ്സ് എന്നോട് പറഞ്ഞാൽ ഞാൻ മിണ്ടാണ്ടിരിക്കുകയുള്ളൂ. എന്താ കാര്യം? ഉടമ്പടിക്ക് അത് പുതിയ പദ്ധതിയാണ് ദൈവത്തിൻ്റെ. അതിന് വേണ്ട സ്ഥിരീകരണം എന്താ വേണ്ടത്? സാക്ഷ്യമാണ് വേണ്ടത്. സാക്ഷ്യമല്ല നമ്മൾ എന്ത് ഉടമ്പടി പറഞ്ഞിട്ടും കാര്യമില്ല. ഇതെന്ത് വർക്കൗട്ട് ചെയ്തതെന്ന് അറിയണം. ഉടമ്പടി കുറച്ച് കാലം പിന്നപ്പെട്ടപ്പോൾ തന്നെ 10,000 സാക്ഷ്യങ്ങളായി. 10,000 സാക്ഷ്യങ്ങളെന്നല്ല പറയേണ്ടത്. ഒരു രോഗസൗഖ്യവും അല്ലെങ്കിൽ മദ്യപാനവും അല്ലെങ്കിൽ ജീവിതം നവീകരണവും എന്നുള്ള മിനിമം ആധ്യാത്മിക അനുഭവത്തിൽ നിന്ന് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഈ സൂര്യന് താഴെ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ദൈവം ഇടപെടാൻ പറ്റിയ ഏറ്റവും ലളിതവും സുശക്തവുമായ ഒരു മാർഗമായി ഈ ദിവസങ്ങളിലുള്ളിൽ ഉടമ്പടി ഉയർത്തപ്പെട്ടതിന് ദൈവത്തെ നന്ദി പറഞ്ഞിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.